ഇതാണ് മാക്ബുക്ക് എയർ M1. ഇൻ്റർനെറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ആപ്പിൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന ഒരു പ്രൊഡക്റ്റൊന്ന് മാക്ബുക്ക് എയർ M1 ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ആപ്പിളിൻ്റെ ഒരു പ്രീമിയം ലാപ്ടോപ്പ് തന്നെയാണ്. മാക്ബുക്ക് ഈസ് എ വെരി ലൈറ്റ് ഡിസൈൻ വൈസ് ആണെങ്കിലും എന്ത് വൈസ് ആണെങ്കിലും ഒരു പ്രീമിയമാണ്. പക്ഷേ നമുക്ക് മലയാളികൾക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടത് ഈ വില കൊടുത്താൽ ഇതിനെ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യൻ ലാപ്ടോപ്പ് കിട്ടുമോ, അതോ ഇത് തന്നെയാണോ ബെസ്റ്റ് ലാപ്ടോപ്പ് അണ്ടർ ദിസ് പ്രൈസ് കാറ്റഗറി? നമുക്ക് അതിനകത്തോട്ട് നോക്കാം. ഈ വീഡിയോ ഇച്ചിരി ഡെപ്തിൽ പോകും, ഇച്ചിരി ലോങ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് അതിൻ്റെ ടെക്നിക്കലിയും എല്ലാ കാര്യങ്ങളും ഇത് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും അവസാനം വരെ കാണും, എന്തെങ്കിലും ഗുണം കിട്ടും ഉറപ്പാണ്. ആദ്യം തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഡിസൈൻ നിങ്ങളെല്ലാം കേട്ട് മടുത്തായിരിക്കും എന്തായാലും 1-2 റിവ്യൂ എടുക്കാൻ പ്ലാനുള്ളവർ കണ്ടു കാണും. ഇതിൻ്റെ അടിപൊളി ഡിസൈനാണ്, രക്ഷയില്ല. ഇതിൻ്റെ ഒരു ക്ലാസിക് ഡിസൈനാണ്. ഓവറോൾ എപ്പോഴും ഒരു എവർ ലാസ്റ്റിംഗ് ലൈറ്റ് ഡിസൈനാണ് എന്ന് പറഞ്ഞത് തൊട്ട് വെയിറ്റ് ഇല്ല എന്നല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഫുൾ അലുമിനിയം ഫിനിഷാണ്, അടിപൊളിയായിട്ട് നിൽക്കും. ഇതിനകത്ത് ഫാനില്ല ഇതിൻ്റെ ഡിസൈനിൽ. അതൊരു പ്രോയോ ആണ്, അതേസമയം ഒരു കോണുമാണ്. അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഇൻ ഡെപ്ത് പിന്നെ സംസാരിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ ഡിസൈൻ അലൂമിനിയം ബിൽഡാന്ന് വെച്ച് 4000 സീരീസ് അലൂമിനിയം ഉപയോഗിച്ചിരിക്കുന്നത് ഒരിക്കലും സ്ക്രാച്ച് ഒന്നും വീഴത്തില്ല എന്ന് വിചാരിക്കേണ്ട. മാക്ബുക്ക് എയർ സ്പേസ് ഗ്രേ ഇപ്പം നിങ്ങൾ റഫ്യൂസാണ് വാങ്ങിക്കുന്നെങ്കിൽ എപ്പോഴും അലൂമിനിയം ഈ സിൽവർ കളർ തന്നെ നോക്കുക. കാരണം ഇച്ചിരി കൂടെ സ്ക്രാച്ചസ് ഒക്കെ ഹൈഡ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് ഡിസൈൻ നല്ലതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും വര വീണാലോ അങ്ങനെയൊന്നും വീഴത്തില്ലെന്നൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പെർസെപ്ഷൻ വേണ്ട. പിന്നെ ഡിസൈൻ വൈസ് ഒരു പ്രോ ടിപ്പ്, ഒരിക്കലും ഒരു ലാപ്ടോപ്പ് മേടിച്ചാൽ അതിനകത്ത് കേസ് ഇട്ടില്ല. കാരണം അത് ഡിസൈൻ ചെയ്തേക്കുന്ന മാക്ബുക്ക് പോലൊരു ലാപ്ടോപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ അതിൻ്റെ തെർമൽ പെർഫോമൻസിനെ അതിനെല്ലാം ഇത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ കേസ് ഇടില്ലേ. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം ഹിഞ്ചും കാര്യങ്ങളൊക്കെ സൂപ്പർബാണ്. ഹിഞ്ചൊക്കെ വർഷങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്തെടുത്ത് ഹിഞ്ചാണ്. ഡിസൈൻ വൈസ് എനിക്കൊന്നും പറയില്ല. ഈ പ്രൈസ് റേഞ്ചിൽ അണ്ടർ 1 lakh കാറ്റഗറിയിൽ ഒരു ഇൻ്റൽ മാക്ബുക്കും അല്ലെങ്കിൽ ഒരു ഇൻ്റൽ ലാപ്ടോപ്പും ഈ ഒരു ഡിസൈനുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തില്ല, അൺലെസ് യു ഗോ ഫോർ സംതിങ് സിമിലർ ലൈക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സർഫസ്. എന്നാലും ഇതൊരു ക്ലാസിക് ടെസ്റ്റഡ് ആൻഡ് ട്രസ്റ്റഡ് ഡിസൈനാണ്. അതുകൊണ്ട് ഡിസൈൻ വൈസ് ഇത് വർഷങ്ങളെടുത്ത് ഡെവലപ്പ് ചെയ്ത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. രണ്ടാമത്തെ കാര്യം, നമുക്ക് ബാറ്ററി ലൈഫിലേക്ക് നേരെ കിടക്കാം. ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പം ബാറ്ററി ലൈഫ് എങ്ങനെ ഒരു യൂട്യൂബർ കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾക്കൊരു 6 സിനിമ, ഒരു 2.5-3 മണിക്കൂറുള്ള ഒരു 6 സിനിമ ഒറ്റ ചാർജിൽ ഇതിൻ്റെ സ്പീക്കേഴ്സ് ഉപയോഗിച്ച് കേൾക്കാം. അതായിരിക്കും ഇച്ചിരി കൂടെ ഒരു പ്രാക്ടിക്കൽ ഡെഫിനിഷൻ. ഇപ്പം നിങ്ങളൊരു വെബ് സർഫിങ്ങും ചുമ്മാ ഓഫീസിൽ നിന്ന് വൈകിട്ട് ഡെയിലി 1-2 യൂട്യൂബ് വീഡിയോ അങ്ങനത്തെ ഇതൊക്കെ കാണുക, വെബ് സർഫും അങ്ങനത്തെ പരിപാടിയൊക്കെ സിമ്പിൾ ആൻഡ് ലൈറ്റ് പരിപാടികളാണ്. എനിക്ക് പറയാം ഓൾമോസ്റ്റ് യു ക്യാൻ ലാസ്റ്റ് 5 to 6 days അല്ലെങ്കിൽ ഒരു 4 to 5 days സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിൽക്കും. കാരണം ഇതിൻ്റെ M1 പ്രോസസ്സർ എന്ന് പറയുന്ന സംഭവം മാരകമാണ്. നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട. ഈ പ്രൈസ് റേഞ്ചിലല്ല. അൺലെസ് യു ഗോ ഫോർ എ മാക്ബുക്ക് M1 മാക്സ് അല്ലേ, പ്രോയിലോട്ട് പോയില്ലേ, നിങ്ങൾക്ക് ഈ പ്രൈസിൽ ഇതിലും നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടത്തില്ല. പിന്നെ ബാറ്ററിയുടെ ഒരു ഇതെന്ന് പറയുമ്പം നിങ്ങളിത് കുത്തിയിട്ടിപ്പം ഇന്ത്യൻ ലാപ്ടോപ്പൊക്കെയാണ് ഹൈപ്പർ ത്രെഡിങ്, നിങ്ങൾക്ക് പെർഫോമൻസ് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്യണം. പക്ഷെ ആ ഒരു ഇഷ്യൂസും പ്രശ്നമൊന്നും ഇതിലവിടെ നിങ്ങൾക്ക് വരത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം ഇത് പ്ലഗ് ഇൻ ചെയ്ത് അതേ സ്പീഡും പെർഫോമൻസും തന്നെ ബാറ്ററിയിൽ നിന്ന് പ്ലഗ് ഇൻ ചെയ്യാതായിട്ടും അതൊക്കെ എന്ന് പറയുമ്പം അടിപൊളി എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ഞാൻ പറയും. പിന്നെ അതേപോലെ നിങ്ങൾ ബാറ്ററി ഒരുപാട് പുഷ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹീറ്റാകും. ഇതിന് ഫാൻ ഇല്ലാത്തൊരു ഡിവൈസാണ് എന്ന് പറഞ്ഞു ഭയങ്കര ഓവർ ഹീറ്റ് ആവത്തില്ല. ഹീറ്റിങ്ങിൻ്റെ ഒരു ബെയർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ അല്ല ഐഫോൺ ഏത് ഫോണാണല്ലോ, നിങ്ങളൊരു 1.5-2 മണിക്കൂർ PUBG കളിച്ച് കണ്ടിന്യൂസ് ആകുമ്പോൾ അത് ഹീറ്റ് ആവത്തില്ലേ? ആ ഒരു ലെവലേ ഇവിടെയും ഹീറ്റ് ആവുന്നുള്ളൂ. അല്ലാതെ വേറെ ഇൻ്റൽ കണക്ക് ഫാൻ ഇട്ട് ടർബോ ഇട്ട് അടിച്ചിട്ടും ഭയങ്കര തിളയ്ക്കുന്ന ചൂട് 80-100 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ഒരിക്കലും ഇതിവിടെ പോകത്തില്ല. ഇത് നമ്മൾ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഈ ഡിസൈൻ ചെയ്ത്, അതുകൊണ്ട് ഫോൺ ചൂടാകുന്ന അതേ സിമിലർ രീതിയിൽ തന്നെ ഇവിടെയും ചൂടാകത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ വിട്ടേക്ക്. ബാറ്ററി ലൈഫും ഡിസൈൻ്റെ ഒക്കെ കാര്യത്തിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ്. പിന്നെ ഡിസൈനിലോട്ട് തന്നെ നമ്മൾ വരുന്ന മൾട്ടിമീഡിയ കൺസെപ്ഷനാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒരു ലാഗ് അടിപ്പിക്കാൻ താല്പര്യം. മൾട്ടിമീഡിയ കൺസെപ്ഷനെ കുറിച്ച് പറയണം. ഇതിൻ്റെ ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണ്, IPS റെറ്റിന LCD ഡിസ്പ്ലേ ആണെങ്കിലും ഇതിനകത്തെ കളേഴ്സും P3 കളർ ഗാമറ്റും കാലിബ്രേഷനും എല്ലാം വെച്ച് ജസ്റ്റ് സിംപ്ലി പറഞ്ഞു വന്നാൽ ബെസ്റ്റ് ഇൻ ക്ലാസ്.
എനിക്ക് LCD ആണെന്ന് പറഞ്ഞാലും ഇത് OLED ആണെന്ന് ഞാൻ വിശ്വസിച്ചു പോകും. കാരണം അത്രയ്ക്ക് അല്ലെ LED ആണെന്ന് ഞാൻ വിശ്വസിച്ചു പോകും. കാരണം അത്രയ്ക്ക് പ്രിസൈസ്ലി കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ഇതിനകത്ത് ഫോട്ടോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും കളറിങ്ങും വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കളർ ചെയ്യുക എല്ലാം ചെയ്യുന്ന ഇതിനകത്താണ്. അതുകൊണ്ട് ലാപ്ടോപ്പിൻ്റെയും ബ്രൈറ്റ്നസ്സും ഡിസ്പ്ലേ കാലിബ്രേഷനും എല്ലാം അവിടെയുള്ളൂ. ബ്രൈറ്റ്നസ് ഒക്കെ അത്യാവശ്യം ബ്രൈറ്റാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ഇല്ല. പിന്നെ അടുത്ത മൾട്ടിമീഡിയേൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്പീക്കർ. ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ സ്പീക്കറിനകത്ത് പാട്ടിട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോൾ ഒരു ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സെയിം എഫക്റ്റ് തന്നെ കിട്ടുന്നത്. ഇതിന് പുതിയ M2 അടക്കം 4 സ്പീക്കർ ഇല്ലെങ്കിലും 2 സ്പീക്കർ കൊണ്ട് ഇത് സൂപ്പർബായിട്ടുള്ള ഔട്ട്പുട്ട് തരും. സർഫസിനെക്കാട്ടിയും ലെനോവയുടെ എല്ലാ കോമ്പറ്റീഷനെക്കാട്ടിയും ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പഞ്ചി ബേസി സൗണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പാണ്. സ്പീക്കർ വൈസ് എന്നെ ട്രസ്റ്റ് ചെയ്യും. മൾട്ടിമീഡിയ വൈസ് ഇതിൻ്റെ ബാറ്ററിയും ഡിസ്പ്ലേയും സ്പീക്കറും ഇതിൻ്റെ ഫോം ഫാക്ട് ഡിസൈനും എല്ലാം വെച്ച് സിനിമയും മൾട്ടിമീഡിയ സീരീസൊക്കെ ബിഞ്ച് വാച്ചൊക്കെ ചെയ്യുന്നത് സൂപ്പർബാണ്. അതിനെ എല്ലാം വേറൊരു സാധനമില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടൊരു മെഷീനാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിലൊന്നും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല മൾട്ടിമീഡിയ കൺസെപ്ഷനിലോട്ട് വരാണ്. പിന്നെ നമുക്ക് ആപ്പ് സപ്പോർട്ടിലോട്ട് വരാം, അല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ടിലോട്ട് വരാം. ഇതൊരു മാക്ബുക്ക് ആണ്. എന്തായാലും ഒരു 3-4 വർഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രീമിയം അപ്ഗ്രേഡീവ് എല്ലാം കിട്ടും. പിന്നെ ആപ്പിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ എക്സ്ക്ലൂസീവ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. എക്സാമ്പിൾ ഫൈനൽ കട്ട് ഉണ്ട്, ആപ്പിളിന് തന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ സംഭവമുണ്ട്, ഗരാജ് ബാൻഡ് ഉണ്ട്. ഇതുപോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ എല്ലാം ഗുണവുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം കുറേ പേര് ആപ്പിൾ വാങ്ങിക്കുന്നത് അവരുടെ പേടിയുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ അവസാനം മാക്ബുക്ക് മേടിച്ച് എനിക്ക് എൻ്റെ ചാത്തൻ സോഫ്റ്റ്വെയർസ് ഇടാൻ പറ്റാത്തൊരവസ്ഥ വരുമോ? അങ്ങനെയൊന്നും ഒരിക്കലും വരത്തില്ല. പിന്നെ ഈ വീഡിയോ സ്പോൺസേർഡ് അല്ല, ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാശിറക്കി. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും ഈ പുതിയ ഡിവൈസ് നിങ്ങൾക്ക് എന്തോ കാണേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്പ് സപ്പോർട്ടിനെ കുറിച്ച് ബാക്കി പറയുകയാണെങ്കിൽ ചാത്തൻ സോഫ്റ്റ്വെയർസ് പച്ചയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റും. ഇപ്പം M1ൻ്റെ നേറ്റീവ് സോഫ്റ്റ്വെയർസ് ഈ വർഷമൊക്കെ ആയപ്പോൾ ഇറങ്ങിത്തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് പ്രീമിയർ പ്രോ ഉള്ള ആഫ്റ്റർ എഫക്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡിസൈനേഴ്സിൻ്റെ ബ്ലെൻഡർ ആയിക്കോട്ടെ, ഡവഞ്ചി റിസോൾവ് ആയിക്കോട്ടെ, ഇപ്പം മെയിൻ സ്ക്രീനുള്ള എല്ലാ മെയിൻ ആപ്ലിക്കേഷൻസും ഇപ്പം ഹൈലി പ്രൊഡക്റ്റീവ് അല്ലെ ഹൈലി പെർഫോമൻസ് ഓറിയൻറ്റുള്ള ആപ്ലിക്കേഷൻ എല്ലാം നേറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. നേറ്റീവ് ആവുന്നതിന് അതിൻ്റെതായ ഗുണമുണ്ട്. കാരണം ഇതിൻ്റെ ആർക്കിടെക്ചർ M1ൻ്റെ ആർക്കിടെക്ചറിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക അവിടെ. അതിനകത്തൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പെർഫോമൻസിലോട്ട് വരുമ്പോൾ പറയാം. പിന്നെ ആപ്പ് സപ്പോർട്ട് പച്ചയ്ക്ക് ഞാൻ പറയാം, ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗെയിം മേടിക്കണേ പെയ്ഡാണ്. പക്ഷേ ഇത് ഗെയിമിങ്ങിനുള്ളതല്ല. പക്ഷേ നിങ്ങൾക്ക് ചാത്തൻ വേറെ വെച്ചിട്ട് വളഞ്ഞ വഴി കൂടെ നിങ്ങൾക്ക് വേണം ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അതും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോകത്തുള്ള ഇഷ്ടമുള്ള സോഫ്റ്റ്വെയർസ് ഇടാം. ഇന്റൽ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുള്ള റൊസറ്റ വിൽ ഡു എ വെരി ഫൈൻ ജോബ്. അത് റൊസറ്റ എന്ന് പറഞ്ഞൊരു കൺവേർട്ടറാണ്. പിന്നെ സോഫ്റ്റ്വെയർ വൈസ് അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് വാങ്ങിയിരിക്കില്ലെന്ന് ഞാൻ പറയൂ. പിന്നെ നേറ്റീവ് ആപ്സിൻ്റെ ക്രാക്ക് ഇടാൻ പറ്റും ഉറപ്പാണ്. അത് ഇച്ചിരി തപ്പി പിടിച്ചാൽ മതി. ഇതിനകത്തോട്ടുള്ള നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ആയിരുന്നു M1 ഇതിൻ്റെ ആർക്കിടെക്ചർ ഇതുമല്ല. കാരണം ഇതൊരു ഫോണിൻ്റെ ചിപ്പ് സെറ്റ് പോലത്തെ ഒരു ചിപ്പ് സെറ്റ് എടുത്ത് അതിനെ ഇച്ചിരി വലുതാക്കി ഇച്ചിരി പ്രോട്ടീനൊക്കെ കൊടുത്ത് ബിൽഡ് ചെയ്തിരുന്ന സാധനമാണ്. അപ്പോൾ അതെങ്ങനെ റിയൽ വേൾഡിൽ ഒരു മാക്കിൽ കമ്പീറ്റ് ചെയ്യുമെന്നായിരുന്നു ആപ്പിൾ ഏറ്റവും വലിയ ഡൗട്ട്. ഇറ്റ് ഈസ് എ വെരി 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 ഫാസ്റ്റ് ഡിവൈസ്. നിങ്ങളൊരു നേറ്റീവ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഇതെടുക്കുമ്പം ഡൗട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ i7 GTX 3060 ഉള്ള സാധനം എടുത്താൽ ഇതിലും ബെറ്ററായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, അത് ഇതിലും ബെറ്ററായിട്ട് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാൻ പറ്റുമോ, അതിൽ ബ്ലെൻഡർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ ഞാൻ പച്ചഗീതി പറഞ്ഞാൽ ഇതായിരിക്കും ഇച്ചിരി ബെറ്റർ. കാരണം ഇതിൻ്റെ നേറ്റീവ് ആപ്പ് സപ്പോർട്ട്, ഇതിൻ്റെ വീഡിയോ എഡിറ്റിംഗ്, ആഫ്റ്റർ എഫക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എപ്പോഴും CPU ഹെവിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ CPU ചിപ്സെറ്റാണ് ഞാൻ പറഞ്ഞത് M1 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. ആ CPU ചിപ്സെറ്റ് ഇസ് ഫിനോമിനൽ. ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ ആയതുകൊണ്ട് ഐ ആം പ്രിറ്റി ഷുവർ നിങ്ങൾക്ക് എഡിറ്റിങ്ങിലാണെങ്കിലും ഗ്രാഫിക്സിലാണെങ്കിലും കളറിങ്ങിലാണെങ്കിലും നിങ്ങൾക്ക് M1 512 GB ബേസ് എടുക്കില്ല. ബേസ് വേരിയൻറ്റിനകത്ത് ഒരു GPU കോർ കുറവാണ്. അതുകൊണ്ട് മിനിമം 512 GB ഉള്ള എടുക്കുക. M1 512 GB എടുത്താൽ നിങ്ങൾക്ക് you will be blown off by this performance. കറക്റ്റ് നേറ്റീവ് സപ്പോർട്ടിങ് ആപ്പ് ഉപയോഗിച്ചാൽ, അല്ലാതെ ഇൻ്റൽ ബേസ്ഡ് ആയിട്ട് പണ്ടത്തെ ജാമ്പുവിൻ്റെ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് കാര്യമില്ല. ഇത് ഈ ലാപ്ടോപ്പിന് വേണ്ടി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ ചിപ്സെറ്റിന് വേണ്ടി. അതിനും കൂട്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ ക്രാക്കൊക്കെ നിങ്ങൾ എടുത്തിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ക്രാക്ക് എടുക്കാൻ പറ്റും. അതെല്ലാം ചെയ്താൽ യു വിൽ ബി വെരി ഹാപ്പി. ഇത് ഭയങ്കര ഒരു പെർഫോമൻസ് രീതിയിൽ ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷനൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നൊരു ഡിവൈസായിട്ട്. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എങ്കിൽ കമൻസിലായിട്ട് ചോദിക്കുക. അല്ല താഴെ പെയ്ഡ് പ്രൊമോഷൻ എന്തെങ്കിലും എൻ്റെ കോൺടാക്റ്റും ഇമെയിലും ഉണ്ട്. സോ യു ക്യാൻ ഹിറ്റ് മീ അപ്പ്.
ഇപ്പം വേർഡിക്റ്റ് എന്ന് പറഞ്ഞാൽ 1,00,000 അല്ലെ 80,000 രൂപ എടുത്ത് ഞാൻ ഒരു ഇൻ്റലിൻ്റെ RTX 3060 അങ്ങനത്തെ ഒരു ലാപ്പ് എടുക്കണോ അതോ ഇതെടുക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഗെയിമിംഗ് ഒക്കെയാണ് താല്പര്യം, ഗെയിം ഓറിയൻറ്റഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഇൻ്റൽ ബേസ്ഡ് ലാപ്ടോപ്പ് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ പ്രൊഡക്ടിവിറ്റി, വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ തന്നെ റെൻഡറിങ്, ഫോട്ടോഷോപ്പ്, ആഫ്റ്റർ എഫക്ട്സ്, കോഡിംഗ് ഒക്കെയാണെങ്കിൽ ഇതൊരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ ഫോം ഫാക്ടർ, മൾട്ടിമീഡിയ കൺസെപ്ഷൻ അതെല്ലാം വെച്ച്, സ്പീക്കേഴ്സ് ഇതെല്ലാം വെച്ച് ഇതൊരു ഫിനോമിനൽ പാക്കേജാണ്. നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ പൈസയുടെ വർത്ത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചൊരാൾക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം ഞാൻ അവരോട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതായത് എനിക്ക് സിനിമയൊക്കെ കാണണം. ഇതൊരു ഓൾറൗണ്ടറാണ്. പക്ഷേ ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇതൊരു ഓൾറൗണ്ടർ എന്നെ സംബന്ധിച്ചൊരാൾക്ക് എനിക്കിത് ഓരോ റുപ്പീസും വർത്തിട്ടാണ്. അങ്ങനെ ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഷുവർ ബൈ ദിസ്, കണ്ണടച്ച് മേടിക്കാം. സോ അത് എത്രയേ ഉള്ളൂ. താങ്ക് യു. ഇപ്പം പ്ലീസ് സബ്സ്ക്രൈബ്. ടാറ്റ.